എന്ന് പറയും, പരിപ്പറി. പിന്നെ സലാഡ്, പിന്നെ ചീരക്കറി കണ്ടാ, ചീര പരിപ്പ്, ചീര അതുപോലെ ഉരുളക്കിഴങ്ങൊക്കെ ഉണ്ട് അതിൽ. പിന്നെ ഇത് മധുരമുള്ളതാണ്, എന്താ ഐറ്റം എന്ന് എനിക്കറിയില്ല, മധുരമുള്ളതാണ്. പിന്നെ ചിക്കൻ കറി വേണ്ട, ചിക്കൻ കറി ഉണ്ട്. പിന്നെ നമ്മുടെ വൈറ്റ് റൈസ്, ചോറുണ്ട് കേട്ടോ. ഇതാണ് ഇന്നത്തെ രാത്രിത്തെ ഭക്ഷണം. ഓക്കെ, ബോർഡിംഗ് പാസിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ് ഫ്രണ്ട്സ്. ക്യൂ ആയിട്ട് പോകണം, ഇങ്ങനെ പോകണം. കണ്ണൂർ എയർപോർട്ടിൻ്റെ ഉൾവശമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഫ്ലൈറ്റുകൾ നിര നിൽക്കുന്ന സീന് ഇപ്പോൾ കാണിച്ചു തരട്ടെ നിങ്ങൾക്ക്. എത്താറായി അല്ലേ ഫ്രണ്ട്സ്? എത്ര പ്ലെയിനുകൾ നോക്കി പോകുന്നു? 1 2 3 6 9 ഫ്ലൈറ്റ് ഉണ്ട് കേട്ടോ ഫ്രണ്ട്സ്. 9 ഉണ്ടോ? ഇൻഡിഗോടെ തന്നെയാണ് കേട്ടോ. ഒക്കെ ഇൻഡിഗോടെ തന്നെ. ഇതുണ്ട്, നമ്മൾ വന്ന വഴിയാണ് ഇത് കേട്ടോ ഫ്രണ്ട്സ്. അങ്ങനെ അടിപൊളിയല്ലേ? ഇതിൽ നിന്നാണ് നമ്മൾ പാസിങ് കേട്ടോ, ഈ വഴി കൂടെ പാസിങ്. ഫ്രണ്ട്സ്, ഉള്ളിൽ എടുക്കാൻ പറ്റുമെന്ന് അറിയില്ല, നോക്കാം കേട്ടോ, കയറുമ്പോൾ നോക്കാം. ഓക്കെ, കുറച്ച് പൂരിപ്പിക്കാണ്ട്, അതൊന്ന് പൂരിപ്പിക്കട്ടെ കേട്ടോ. അപ്പോൾ നമുക്ക് ഇൻഡിഗോയുടെ ഇതിൽ നിന്ന് കിട്ടുന്നതാണ് ഇങ്ങനെ ഒരു ഇത്. അതിൽ എന്തൊക്കെ ഉണ്ടെന്ന് ഞാൻ കാണിച്ചു തരാം. ഇത് ഫേസ് ഷീൽഡാണ് കണ്ടോ, ഇന്ന സാധനമുണ്ട്. അതുപോലെ ഒരു മാസ്ക്, പിന്നെ ചിക്കിൻ്റെ 5 ഹാൻഡ് സാനിറ്റൈസർ, 5 എണ്ണം ചിക്കിൻ്റെ കേട്ടോ, ഇതാണ് തന്നിട്ടുള്ളത്. അപ്പോൾ ഇത് ജസ്റ്റ് ഒരു ഇരുന്ന് വീടും കൂടി കാണിച്ചു തരാം. അപ്പോൾ കയറാൻ പോവാണ്. വേണ്ട, എല്ലാവരും തിരക്കാണ്, ഉണ്ട്. അപ്പോൾ കയറാൻ പോകണം കേട്ടോ. ഇങ്ങനെ വേണം മാസ്കൊക്കെ ഇട്ടിട്ട്. എന്ത് തോൽവിയല്ലേ? എല്ലാം കയറിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇതൊക്കെയാണ് അങ്ങനെ കഴിഞ്ഞു. ഇനി ഫ്ലൈറ്റിൻ്റെ ഉള്ളിൽ കയറാണ്. എന്താ താഴ്ത്താണ് പോയിട്ട്. ഫ്രണ്ട്സ്, ഉള്ളിൽ അലോഡില്ല, ചെറുതായിട്ട് ഒന്ന് കാണിച്ചു തരാം.
कसने के लिए इस तरह कीजिएगा। Indigo wishes you a very pleasant stay here or a happy onward journey. Thank you for making us a part of your travel plans. Have attention please. We request all the passengers to kindly follow the protocol and replane row-wise. Please stand up only when you see the person in the row. Thank you. Please stand up only when you see the person in the row in front of you moving towards the exit. This is for your and your fellow passengers' safety. कृपया अपने सामने वाले रो के याद ഞാനിപ്പോൾ അങ്ങനെ ഇറങ്ങി വന്നത് കണ്ടില്ലേ. ഇനി നേരെ എയർപോർട്ടിൻ്റെ ഉള്ളിലാണ് പോകുന്നത്. എയർപോർട്ടിൻ്റെ ഉള്ളിലാണ് പോകുന്നത്. ഓക്കെ, പിന്നെ അവിടെ നിന്ന് പറഞ്ഞാൽ
നമ്മുടെ അവിടുത്തെ ഇതിൽ പെട്ടെന്ന് സ്റ്റക്കായി. ലഗേജ് 5 എടുക്കണ്ടോ? മാസ്ക് ഇട്ടാരണേ, അതും 2 മാസ്കും അതിൻ്റെ മുകളിൽ മുഖത്തിൽ ഫേസ് ഷീൽഡും. സമാധാനം ഇന്ന് കണ്ട് കയറിയിട്ട് ഇവിടെ അങ്ങോട്ട് ഇടുക. ദോഹ എയർപോർട്ടിൻ്റെ ഉൾവശമാണ്. അപ്പോൾ നമ്മളൊന്ന് പരിചയപ്പെടുത്തിക്കാം. ഞാൻ സിയാദ്, ആലപ്പുഴയാണ് വീട്. എൻ്റെ കൂടെ ഒരേ കമ്പനിയിലാണ് ഒന്നിച്ച് വർക്ക് ചെയ്യാൻ പോകും. സൂപ്പറായില്ലേ? വലിയ എയർപോർട്ടാട്ടോ, നടന്ന് എത്തുന്നില്ല. മറ്റേ ബോഡി ചെക്കിങ് ഇതൊക്കെ ഉള്ളത് എത്തുന്നില്ല. എൻ്റെ പൊന്നോ, ഭയങ്കര വലുപ്പമല്ലോ. പൊന്നോ, വൺ വേൾഡ് കണ്ടില്ലേ? ബാഗ് കളക്ട് ചെയ്യാണ്, ബാഗ് കളക്ട് ചെയ്യാൻ വേണ്ടി നിൽക്കണം. വേണ്ട അങ്ങനെ ലഗേജ് കിട്ടി. ഇനി പുറത്തേക്ക് ഇറങ്ങുകയാണ്. എൻ്റെ ഒരു കാഴ്ച കാണിച്ചു തരാം കേട്ടോ. കണ്ടോ, വെള്ളം ഇങ്ങനെ ഗ്ലാസിൻ്റെ ഉള്ളിൽ കൂടെ. നല്ല വലിയ എയർപോർട്ടാണ് ദോഹ. ഇങ്ങനെ വളഞ്ഞിട്ടാണ് ഇങ്ങനെ പോകുന്നത്. കണ്ട, അല്ലേ? വെള്ളം ഇങ്ങനെ വരുന്നുണ്ട്. അടിപൊളിയല്ലേ? ഗ്ലാസിൻ്റെ ഉള്ളിൽ കൂടെ അടുത്തൂടെ നിൽക്കുന്നില്ലേ? അങ്ങനെ ദോഹ എയർപോർട്ടിൽ നിന്ന് ഉള്ളിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി. ഇനി നമ്മളെ കൊണ്ടുപോകാൻ അവിടെ ഹോട്ടലിൻ്റെ വണ്ടി വരും. അപ്പോൾ വെയിറ്റ് ചെയ്യാണ്. വരും, വന്നിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ആ ബസ്സാണ് തോന്നുന്നു കേട്ടോ. ആ ബസ്സിലാണ് വന്നിട്ടുള്ളത്. ആ ബസ്സിലാണ് പോണത്. അപ്പോൾ ഇനി 14 ദിവസത്തെ ക്വാറന്റൈൻ കഴിഞ്ഞിട്ട് കാണാം. അതിൻ്റെ ഉള്ളിൽ മാക്സിമം എടുക്കാൻ പറ്റിയ ഞാൻ എടുക്കാം. ക്വാറന്റൈനിൽ ഡെയിലി എന്തൊക്കെയാണ് എങ്ങനെയാണെന്നുള്ളത് കവർ ചെയ്യാൻ പറ്റിയാൽ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഫൈനലി നമ്മുടെ ഹോട്ടലിലേക്കുള്ള ബസ്സിലാണ് പോകുന്നത്. മെക്കിൻസാണ് നമ്മുടെ ക്വാറന്റൈനിൽ ഇരിക്കുന്ന സ്ഥലത്തിൻ്റെ പേര്. അപ്പോൾ ചിലപ്പോൾ കവർ ചെയ്യാൻ പറ്റും, നോക്കട്ടെ കേട്ടോ. വീഡിയോ ക്വാറന്റൈനിൽ ഓരോ ദിവസവും വീഡിയോ കവർ ചെയ്യാൻ എന്തൊക്കെയാണ് അവിടുത്തെ കാര്യങ്ങളൊക്കെ പറ്റുകയാണെങ്കിൽ ഞാൻ ചെയ്തുതരാം. ഉള്ളിലത്തെ സിറ്റുവേഷൻ അനുസരിച്ച് ചെയ്തുതരാം. ഓക്കെ, വീഡിയോ മാക്സിമം എടുക്കാൻ ശ്രമിക്കാം ഞാൻ. അപ്പോൾ മറക്കണ്ട സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ കൂടെ ബെല്ലൈക്കൻ പ്രസ് ചെയ്യണം. പിന്നെ ഒന്ന് ഫുള്ളായിട്ട് വീഡിയോ കാണുകയാണെങ്കിൽ അത്രയും ഹെൽപ്ഫുള്ളാണ്.
ഒരുവിധം റൂമിലെത്തിട്ടാ. ഞങ്ങള് റൂമിലെത്തി. അപ്പൊ ഞാനും സിയാദാണ് ഉള്ളത് കൂടെ. സിയാദ് എന്നല്ല പേര്? സിയാദ്. ഓക്കെ, സിയാദാണ് കൂടെ ഉള്ളത്. ആലപ്പുഴക്കാരൻ പറഞ്ഞില്ലേ, നമ്മുടെ വീട്ടിൽ വന്നിട്ടുണ്ട്. അപ്പൊ അവനാ കൂടെ ഉള്ളത്. ഇതാ അപ്പൊ 2 ബെഡാണ് കണ്ട്. പിന്നെ ഫുഡ് ഞാൻ കാണിച്ചുതരാം. ഒന്ന് അവൻ താഴത്ത് പോയിട്ട് വരും, എന്നിട്ട് കാണിച്ചുതരാം. ഓക്കെ, വലിയ വിശാലമായ റൂമാണ് കേട്ടോ അല്ലേ. രണ്ട് കട്ടില്, അതുപോലെ അൽമാറുണ്ട്. പിന്നെ AC ഉണ്ട്. പിന്നെ ബാത്റൂം. യൂറോപ്യൻ ക്ലോസറ്റ് ആട്ടാ പോലെ. കുഴപ്പമില്ല. എന്തായാലും നമുക്ക് റൂം സെറ്റ് ആയില്ലേ, അടിപൊളിയായില്ലേ, കുഴപ്പമില്ലല്ലോ അല്ലേ. നല്ല റൂമാണ്, അൽഹംദുലില്ലാ നല്ല റൂമാണ്, കുഴപ്പമില്ല. 14 ദിവസം ഇവിടെ ഉണ്ടാവും. അത് കഴിഞ്ഞിട്ടാണ് ഇനി പുറത്തിറങ്ങുക. അപ്പൊ പുറത്തിറങ്ങുമ്പോൾ പുതിയ ഇനി ഇവിടുന്ന് അങ്ങോട്ട് ഓരോ ദിവസമുള്ള ഫുഡ് ഓരോ ദിവസത്തെ ഉള്ള ഞാൻ ഇടാം, നോക്കട്ടെ കേട്ടോ. ഒരു പാക്കറ്റ് ജ്യൂസ് ഉണ്ട്. ജ്യൂസ് പൈനാപ്പിൾ ജ്യൂസാണ്. പിന്നെ നമ്മുടെ ഡാൽ എന്ന് പറയും, പരിപ്പറി. പിന്നെ സലാഡ്, പിന്നെ ചീരക്കറി കണ്ടാ, ചീര പരിപ്പ്, ചീര അതുപോലെ ഉരുളക്കിഴങ്ങൊക്കെ ഉണ്ട് അതിൽ. പിന്നെ ഇത് മധുരമുള്ളതാണ്, എന്താ ഐറ്റം എന്ന് എനിക്കറിയില്ല, മധുരമുള്ളതാണ്. പിന്നെ ചിക്കൻ കറി വേണ്ട, ചിക്കൻ കറി ഉണ്ട്. പിന്നെ നമ്മുടെ വൈറ്റ് റൈസ്, ചോറുണ്ട് കേട്ടോ. ഇതാണ് ഇന്നത്തെ രാത്രിത്തെ ഭക്ഷണം. ഓക്കെ, അപ്പോൾ അല്ലേ. ഓക്കെ, അപ്പോൾ ഭക്ഷണം കഴിക്കട്ടെ കേട്ടോ, എന്നിട്ട് നമുക്ക് കാണാം. യോ അപ്പൊ ഫ്രണ്ട്സ്, ഇന്നത്തെ ഫുഡ് തകർത്തുട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഇന്നത്തെ ഫുഡ്. എന്താ വെച്ചാൽ വൈറ്റ് റൈസിന്റെ കൂടെ ആ സ്പൈസി ചിക്കൻ കറിയും കൂടി ആയിപ്പോണ്ടല്ലോ, പൊന്നോ സൂപ്പർ, അടിപൊളി. പിന്നെ എന്താണ് കൂടെ ആ കുബൂസും, പിന്നെ പരിപ്പ് കറി, അത് ദാൽ, പിന്നെ നമ്മുടെ ചീരക്കറിയും, ലാസ്റ്റ് ആ ജ്യൂസും കൂടി കുടിച്ചപ്പോ വയറ് ഡിം. ഇന്നത്തെ വിശേഷം സൂപ്പറാണ്. ഓക്കെ, അപ്പൊ ഈ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യുന്ന മുന്നോടിയായിട്ട് ഞാൻ ഒരു കാര്യം പറയാനുണ്ട്. അപ്പോൾ ഈ ക്വാറന്റൈൻ ദിവസത്തിന്റെ വീഡിയോസ് എന്തായാലും നിങ്ങൾക്ക് ഞാൻ എത്തിക്കുന്നതായിരിക്കും. നമ്മുടെ മുക്കാനിസ് മോട്ടൽസിലെ 14 ദിവസത്തെ ക്വാറന്റൈൻ ജീവിതം എങ്ങനെയുണ്ട്, അതുപോലെ ഫുഡ് എങ്ങനെയുണ്ട് എന്നൊക്കെ ഞാൻ നിങ്ങൾക്ക് സമർപ്പിക്കുക. അപ്പോൾ ആ വീഡിയോ പെട്ടെന്ന് വരും. അപ്പോൾ അതൊന്ന് വാച്ച് ചെയ്യണം കേട്ടോ എല്ലാവരും. എന്നിട്ട് മാക്സിമം ഷെയർ ചെയ്യുക. അപ്പോൾ ഈ ഖത്തറിലേക്ക് വരുന്ന എല്ലാവർക്കും ആ വീഡിയോ ഉപകാരപ്രദമാകും. എന്താ വെച്ചാൽ നല്ല ഫെസിലിറ്റീസ് ആണ്, ഫുഡ് നന്നായിട്ടുണ്ട്, ഒരു കുഴപ്പമില്ല, സൂപ്പറാണ്, ഒരു കുഴപ്പമില്ല. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്ന മുന്നോടിയായിട്ട് നമ്മുടെ ചാനൽ പുതിയ കാണുന്ന പ്രേക്ഷകർ ഇതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ കാണാൻ ബെല്ലൈക്കല്ലോ ഒന്ന് ഇടിക്കൂട്ടോ. പിന്നെ ഈ വീഡിയോ മാക്സിമം ഒന്ന് ഷെയർ ചെയ്യുക. അപ്പോൾ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്ന മുന്നോടിയായിട്ട് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഞാൻ നിങ്ങളുടെ സ്വന്തം ആദിൽ സായ്.